ചേച്ചി തുണിയെ കഴുകിയിട്ട് എവിടെയെങ്കിലും യാത്ര പോണ? എന്താ യാത്ര പോകാനുണ്ടെങ്കിൽ മാത്രമേ തുണി കഴുകാറുള്ളൂ? ഞാൻ ചേച്ചി ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ കഴുകിയിടുന്നതുകൊണ്ട് ചോദിച്ചത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം, ഞാൻ കഴുകിയിടാറുണ്ട്. ആണോ? ഇതെന്ത് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്? ഇത് വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതും ഇത് ഡ്രൈ വാഷിന് കൊടുക്കാനുള്ളതും. ഇത്രയാ? എന്തിനാ ചേച്ചി ഡ്രൈ വാഷിനെ കൊടുക്കുന്നത്? ചേച്ചിക്ക് ഇവിടെ തുണി കഴുകിയ പോരെ? അതിനല്ലേ ഇവിടെ ഇട്ട് കഴുകുന്നത്. ഇതൊന്നേ അങ്ങനെ വെറുതെ വാഷിംഗ് മെഷീനിൽ ഇട്ട് നശിപ്പിക്കാൻ പറ്റില്ല. നല്ല കോസ്റ്റ്ലി മെറ്റീരിയൽസ് ആണ്. ഇത് കണ്ട, ഇതെനിക്ക് പ്രശോഭേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. ഇതിൽ എഴുതിക്കുന്ന കണ്ട, ഡ്രൈ വാഷ് ഓൺലി. ഇതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടാലേ ഈ തുണിയൊക്കെ അങ്ങ് നാശമായി പോവും. ഞാൻ പറഞ്ഞില്ലേ, ദിസ് ഇസ് കോസ്റ്റ്ലി മെറ്റീരിയൽസ് യാ. പിന്നെ ചേച്ചി, പ്രതീക്ഷനും എനിക്ക് കുറച്ച് കൂടിയ സാരിയൊക്കെയാണ് വാങ്ങിച്ചു തരണം. പക്ഷെ ചേച്ചി ഇങ്ങനെ ഡ്രൈ വാഷിന് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ എന്റെ സാരികളൊക്കെ എടുത്ത് തരുമായിരുന്നു. പ്രതീക്ഷ വാങ്ങിച്ചിരുന്ന സാരിയല്ലേ, കൊടുക്കാനുണ്ടോ ഡ്രൈ വാഷ്? ഒരു കാര്യം ചെയ്യേ, എന്റെ ഡ്രൈ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് അവര് വരും. അവര് വരാൻ നേരത്ത് ഒരുക്കി വെക്ക്, നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. കൊണ്ടു കൊടുക്കണ്ടേ? വേണ്ട വേണ്ടേ? അവരിവിടെ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഡ്രൈ വാഷും കഴിഞ്ഞ് തിരിച്ച് നമ്മളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. ചെറിയ ഫീസ് കുറച്ചുകൂടെ കൂടുന്നുള്ളതേ ഉള്ളൂ. സാധാരണ ഉള്ള പൈസക്കാട്ടിലും നമുക്ക് ഈ ഡോർ ഡെലിവറി ചെയ്യുന്നത് കൊണ്ട് കൂടുന്നുള്ളതേ ഉള്ളൂ. ഓ ശരി ശരി. അപ്പൊ ഞാൻ എന്റെ സാരി പോയി എടുത്തിട്ട് വരാം. ഓ എടുത്തോണ്ട് പോവാ. പ്രതീക്ഷ വാങ്ങിച്ചിരുന്ന സാരി കോസ്റ്റ്ലി മെറ്റീരിയൽ എനിക്കറിയാത്തതല്ലേ. അത് ശരി. അപ്പൊ ഇത്രയുള്ളല്ലേ കാര്യം? അങ്ങനെ അമ്മ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്തോ ചെയ്തോണ്ടിരിക്കണം? അത് ശരി. രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, പ്രാർത്ഥിച്ചു, ഭഗവാനെയൊക്കെ ധ്യാനിച്ചതിന് ശേഷം തന്നെ ആഫീസിൽ കൊണ്ടുപോകാനുള്ള ഫയലെല്ലാം നോക്കി ഒപ്പിട്ട് വെച്ചു. ഇനി ഞാൻ എന്താ ചെയ്യണം? തലകുത്തിക്കണം? അതല്ല, ലക്ഷ്മി ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരും. അതിന് ഞാൻ എന്താ വേണം? എഴുന്നേറ്റിരിക്കണോ അതോ താലപ്പൊലിയോ വല്ലതും വേണം? അല്ല, കുറച്ച് തുണികാരി ഇങ്ങോട്ട് വരുമെന്ന്. എന്തോ കൊണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അമ്മ ചേച്ചിയുടെ ഉള്ള തുണികളെല്ലാം ഡ്രൈ വാഷിന് കൊടുക്കുന്നത്. ഇവിടെ കല്ലുണ്ട്, ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, അതിലൊക്കെ ഇട്ട് കഴുകിക്കൂടെ? ഞാൻ എന്റെ തുണിയൊക്കെ അതിലല്ലേ ഇട്ട് കഴുകുന്നത്. എടി കൊച്ചേ, ഈ തുണിയിലൊക്കെ ചിലതിനൊക്കെ ഒരു ഇച്ചിരി വില കൂടിയ തുണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മെഷീനിൽ കിടന്ന് കറങ്ങിയാൽ കേട് വരും. അമ്മ എല്ലാം ലോക്കൽ ഡ്രസ്സുകളാണെന്ന്. പൊന്നു കുഞ്ഞെ, ഞാനോ മറ്റോ ഇനി ഇതിന്റെ കാര്യം ഒന്ന് പറയാൻ തുടങ്ങിയ ഇവിടുത്തെ ഭൂകമ്പം നിനക്ക് അറിഞ്ഞുകൂടെ? ഉടനെ കരച്ചിലായി, ബഹളമായി, മൂത്ത മരുമോളല്ലേ, ആദ്യം വന്ന് കയറിയവളല്ലേ, അങ്ങനല്ലേ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ആ പാവം പിടിച്ച പ്രസവിന്റെ ഉറക്കം ഒരാഴ്ച പോയി കിട്ടും. എന്തിന്റെ നമ്മൾ ഇതിനൊക്കെ പോകുന്നത്? അമ്മയ്ക്ക് മൂത്ത മരുമോളാണല്ലോ സ്നേഹം. നമ്മളൊക്കെ വലിഞ്ഞു കയറി വന്നതാണല്ലോ. കൊള്ളാം അമ്മ, നന്നായിട്ടുണ്ട്. അങ്ങനായി. അവർക്ക് പാഴ്ചെലവ് പറ്റും, നമുക്കൊന്നും ചിലാക്കി കൂടെ അല്ലേ? ഇതെന്തൊരു കഷ്ടമാണ് എന്റെ കൊച്ചെ. മൂത്ത മോള്, ഇളയ മരുമോള്, മൂത്ത മരുമോള്, അങ്ങനെ ഇങ്ങനെ മറ്റേത് ഒരു സ്വൈരതയില്ലേ. അപ്പൊ അമ്മ നോക്കിക്കോ, പറയാൻ വേണ്ടി വന്നോ. പിടയ്ക്കാതെ അവള് വരുമ്പോ ഞാൻ ചോദിക്കാം. ചോദിക്കോ? ചോദിച്ചാൽ മതി, എനിക്ക് അത് മതി. കണ്ടു വരട്ടെ. രശ്മിയെ, എന്തുവാ? ഇത് നനയ്ക്കണ്ടാത്ത തുണികൾ. അല്ല നീ ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഒന്നും ഉപയോഗിക്കുന്നില്ലയോ? എല്ലാം ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ പുറത്ത് കൊടുക്കുവാണോ? വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറുണ്ടല്ലോ. ഉണ്ടോ? എനിക്ക് ഈ കല്ലിലിട്ടൊന്നും നനയ്ക്കാൻ വയ്യ. അല്ല, കല്ലിൽ ആരും ഇപ്പൊ നനപ്പില്ലല്ലോ. അതൊക്കെ ആ കാലമൊക്കെ പോയില്ലയോ? വാഷിംഗ് മെഷീൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അല്ല, ഈ തുണികൾ വാഷിംഗ് മെഷീനിലിട്ട് നനയ്ക്കുവാണോ അതോ പുറത്ത് വേറെ കാശ് കൊടുത്ത് ഡ്രൈ ക്ലീനിങ് ചെയ്യിക്കുവാണോ എന്നൊരു സംശയം കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഡ്രൈ ക്ലീനിങ്ങിനോ? അമ്മ എന്താ പെട്ടെന്ന് ഡ്രൈ ക്ലീനിങ്ങിന്റെ കാര്യം ചോദിച്ചേ? അല്ല, അതുകൊണ്ട് ചോദിച്ചല്ല. ഈ തുണികളൊക്കെ കൈയിരിക്കുന്നുണ്ടപ്പോ ഇതെങ്ങോട്ട് കൊണ്ടുപോവാന്ന് വിചാരിച്ചതാ. സുരഭി ഇപ്പൊ കണ്ടതാണല്ലോ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടുന്നത്. ഞാൻ ടൈമറൊക്കെ ഇട്ടിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. അമ്മ വാ, ഞാൻ കാണിച്ചു തരാം. എപ്പോന്നോ? എന്നിട്ട് നീ എന്നോട് ചോദിച്ചില്ലേ ചേച്ചി എന്തിനാ ചേച്ചി എല്ലാം കൂടെ വാഷിംഗ് മെഷീനിൽ ഇടുന്നത്, കുറച്ച് ഡ്രൈ വാഷിന് കൊടുത്തൂടെ നല്ല തുണികളൊക്കെ? അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട മോളെ, അതൊക്കെ ഭയങ്കര പാഴ്ചെലവാണ്. എന്താ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകി നനച്ചെടുക്കുന്നത് മാത്രം മതി. എനിക്ക് ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. എന്റെ പൊന്നമ്മ, ഇതൊന്നും വിശ്വസിക്കില്ല. ഇത് ആനപ്പുഴുവാണ്. ഞാൻ കണ്ടൂല്ല, പറഞ്ഞൂല്ല, ചുമ്മാ. പുളുവല്ല, കഴുതപ്പുളു. അമ്മ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. അതെ, ഒറ്റ അപേക്ഷയുള്ളൂ. ഇനി ഉടുതുണിയുടെ പേരും പറഞ്ഞ അടുത്ത അടി തുടങ്ങല്ലേ. എന്റെ പൊന്നു പിള്ളേരെ, രണ്ടും കൂടെ ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി തരുമോ? ഞാനൊന്നും സ്വസ്ഥമായിട്ട് വിട്ടിരുന്നോട്ടെ. ഇതെന്തൊരു കഷ്ടമായത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.